നാലാള് താങ്ങി പിടിച്ചിട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്നിന്. ഒരു പ്രാവശ്യം മയ്യത്തായ മാതിരി ഇവിടെ കൊണ്ടുവന്നിട്ട് 1 മണിക്കൂർ കൊണ്ട് എന്നെ എണീപ്പിച്ച് നടത്തിയ ആളാണ് പറഞ്ഞ ആള്. കൈ വേനാണ് കാലിനല്ലേ? ശരിയാണ്, കാലിനാന്നല്ല. ഇതിന് മുമ്പ് നേരത്തെ ഊരവേദന ഉണ്ടായിരുന്നോ? നടുവിൽ വേദന ഉണ്ടായിരുന്നു? അത് അപ്പുണ്ട്. വേറെ ആരും കാണിച്ചിരുന്നോ? പിന്നെ ഡോക്ടറെല്ലാം കാണിച്ചിരിക്കും. എന്താ പറയുന്നവര്? ഓപ്പറേഷൻ വേണം, സൂചി വെക്കണം പോലും. അത് ഡിസ്ക് ബൾജ് ചെയ്തായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. അതെങ്ങനെ ബൾജിങ്? ഈ ഡിസ്ക് ബൾജിംഗ് എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമായിട്ടാണ് എല്ലാവരും കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ചെറിയ കേസാണ്. അപ്പൊ പേടിക്കാനൊന്നുമില്ല. പുഷ്പം, ചെറിയൊരു പുഷ്പം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറാപ്പിയാണ്. ഈ തെറാപ്പിയുടെ പേര് റോബോട്ടിക് സ്പൈൻ ഡീകംപ്രഷൻ തെറാപ്പി. അപ്പൊ അതിലൊന്ന് കിടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് വലിച്ചാൽ ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ സംഭവം ശരിയാവും. പിന്നെ ഇവിടുത്തെ ഈ ആംഗിളിന്റെ പ്രശ്നം വെച്ചത് ലേശം ഒന്ന് ഇതായതാണ് അല്ലേ? കാണിക്കാൻ പൊന്തുള്ള ചെരുപ്പിട്ടിനാ ഇങ്ങനെ പടർന്നു. അതെ, ഇവിടുന്ന് ഒരു എണ്ണ തരാം. അതിട്ട് ഇവിടുത്തെ സ്റ്റാഫ് ഒന്ന് പിടിച്ചു തരും. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, പുള്ളി ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി അത് ശരിയാക്കി തരും കേട്ടോ. പേടിക്കാനൊന്നുമില്ല. കയ്യൊടിഞ്ഞ കാലൊടിഞ്ഞ കാല് അങ്കതും കാലുണ്ട്. ഇവിടെ വന്ന് കാണിച്ചാൽ സുഖായ? പച്ചക്കുന്തനെ കാണിച്ചപ്പോ സുഖായി. ഞാനിവിടെ വന്നിട്ടാന്ന് അറിഞ്ഞ കൃഷ്ണേട്ടന് പണീന്റെ സ്ഥലത്ത് നിന്നാണ് വീണതല്ല. നാലാള് താങ്ങി പിടിച്ചിട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്നിന്. ആശുപത്രി പോയിട്ടില്ല? ആശുപത്രി പോയിരുന്നു. എന്നിട്ട് ഡോക്ടർ എന്നാ പറഞ്ഞ? ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു. എനിക്ക് ഓപ്പറേഷത്തിനോട് താല്പര്യമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ ഹനുമാൻകാവിന്റെ അടുത്ത് പച്ചക്കുന്നെന്ന് പറഞ്ഞ ഒരു പാരമ്പര്യ വൈദ്യൻ ഉണ്ട്. അയാളെടുത്ത് കൊണ്ട് അതിന്റെ അസുഖം അയാൾ മാറ്റി തരും. ഒരു പ്രാവശ്യം മയ്യത്തായ മാതിരി ഇവിടെ കൊണ്ടുവന്നിട്ട് 1 മണിക്കൂർ കൊണ്ട് എന്നെ എണീപ്പിച്ച് നടത്തിയ ആളാണ് പറഞ്ഞ ആള്. അപ്പൊ അത്രയും വിശ്വാസമാണ് ഇയാളെ പറ്റിട്ട്. ഈ അപകടം പറ്റിട്ട് കൃഷ്ണേട്ടൻ 2 മാസം കൊണ്ട് പയറുമണി പോലെ എണീറ്റ് ഓടാൻ തുടങ്ങി കേട്ടാ. അതാണ് നമ്മള് ഉസ്താദ്. നിങ്ങൾക്ക് എന്തേലും പറ്റിയ? കാലിന്റെ മുട്ട് വേദനയാണ് ഉണ്ടായത് തുടക്കം. ഡോക്ടറെ കാണിച്ചില്ല? ഡോക്ടറെ 2 ഡോക്ടർമാരെ കാണിച്ചു. ആദ്യം കണ്ട ഡോക്ടർ മരുന്ന് എഴുതി. പിന്നെ വേദന ആയപ്പോ ഇഞ്ചക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു മുട്ട് മാറ്റണം എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ ഞാൻ അതിനിപ്പോ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു. വേറെ മാർഗം നോക്കി. അപ്പൊ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾ പറഞ്ഞു ഇങ്ങനെ ഇവിടെ തെറാപ്പി ഉണ്ടൊക്കെ സുഖമാണ്. തന്നെ ഇവിടെ വന്നു. 2 മാസം ഇവിടെ വന്നു. 2 മാസമായി ഇവിടെ. അപ്പൊ എനിക്ക് അന്ന് നിസ്കരിക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു സാധാരണ ഗതിയിൽ. പിന്നെ കസാലമൊക്കെ ഒരാഴ്ച ഞാൻ നിസ്കരിച്ചു. പിന്നെ ഇവിടെ നിൽക്കാൻ നോർമലായിട്ട് സ്കാറും എല്ലാം നടക്കുന്നൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ അപ്പൊ സുഖമാണ്. എന്താ പണിയെടുക്കുന്നത്? ഡ്രൈവർ, ഓട്ടോ ഡ്രൈവർ. അന്നേരം ഇങ്ങനെ പിടിക്കുന്നോണ്ടാ പോലും വരുന്നത്? സുഖമുണ്ട്, എന്തായാലും സുഖമായി വരുന്നുണ്ട്. സത്യം പറയാലോ, നാം പടം പറഞ്ഞിട്ട് വന്നെന്നുള്ളത് നേരാണ്. പക്ഷെങ്കിൽ എനിക്ക് അതിനേക്കാളും പ്രശ്നം ഉണ്ടത് ഊരവേദനയായിരുന്നു. ഒന്നും പറയണ്ട, ഇടക്ക് വരും ഇടക്ക് പോകും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ചികിത്സ എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. മാജിക് എന്നെല്ലാം പറയുന്ന പോലെ ഒരു സംഭവം ഇല്ല. അതന്നെ അതിന്റെ ഇതെന്താണ് അത്ഭുതം, എനിക്കറിയാം. അപ്പൊ അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് കേട്ടാ. നിങ്ങൾക്ക് സംഭവം എല്ലാ തലത്തിലും അല്ല, ഇവര് മാനസികത്തിന് പറയാ. എന്തെങ്കിലും കുഴപ്പമുണ്ടാ? നിങ്ങൾക്ക് എന്ത് ഒരു കുഴപ്പമില്ല തോന്നുന്നുണ്ട്? അങ്ങനെ ഉണ്ടെന്ന് അങ്ങല്ല ഓരോരാള് പറയുന്നുണ്ട് എനിക്ക് നട്ടാപ്പീരാന്താ. ഇല്ലല്ലോ, ശരിക്കും ഡോക്ടറെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാ. കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പോരെ? അല്ല, എന്നോട് പറയലുണ്ട് കുതിരട്ടത്തേക്ക് എടുത്തോ മറ്റിടത്തേക്ക് എടുത്തോ എന്നല്ല പറയലുണ്ട്. ഞാൻ ഓക്കെയാന്നല്ല. ഓക്കെ, ഇപ്പൊ വിഷയം മാറിയില്ല, വേദന മാറിയില്ല. എനിക്ക് ഒന്നും കൂടെ ഒരു ഉഷാറായി. ഡിസ്ക് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ ക്ലിനിക്കിൽ ചികിത്സ ലഭിക്കുന്നത്. 25 വർഷമായിട്ട് ചികിത്സാ ഫീൽഡിൽ തന്നെയാണ്. ഒരുപാട് ഐറ്റത്തിലുള്ള ചികിത്സ ഉണ്ട്. മർമ്മ ചികിത്സ ഉണ്ട്, അതുപോലെ തന്നെ ബോൺ അലൈൻമെന്റ് തെറാപ്പി, കൈറോപ്രാക്ട്, അങ്ങനെയുള്ള ഒരുപാട് ഇനങ്ങൾ. അതുപോലെ ഞാൻ സ്പോർട്സ് ഫിസിയോതെറാപ്പി, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വേറെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഇവിടെ. നമ്മളിവിടെ ചെയ്യുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ സ്ഥലത്തു നിന്നും ഒഴിവാക്കിയിട്ടുള്ള കേസുകളുണ്ടല്ലോ. ഒരിക്കലും ശരിയാവില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുള്ള ആ കേസുകളാണ്. അങ്ങനത്തെ കേസുകളാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അതൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാം ശരിയായിട്ടുണ്ട്. അത് നമ്മളൊരു ഇത് പറയല്ല, എല്ലാ ആളുകൾക്കും ആളുകളോട് ചോദിക്കണം അതിന്റെ റിസൾട്ട്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ കേസുകളും നല്ല റിസൾട്ടോട് കൂടിയിട്ടാണ് പോകുന്നത്. വന്നിട്ടുള്ള ആൾക്കാരാന്ന് പറയേണ്ടത്, നമുക്ക് ഇവിടെ വന്നിട്ട് ഗുണം ഉണ്ടായിന് എന്നുള്ളത് അല്ല. മൗത്ത് പബ്ലിസിറ്റിയാണ് നമുക്ക് കൂടുതൽ. അതെ 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 അതെ, അതെടുത്ത് പറയേണ്ട കാര്യം. പിന്നെ ഇവിടെ വന്ന അതാ എന്റെ മുടിയെല്ലാം പോയി. മുടി കൊഴിച്ചിലിന് പിന്നെ ഇവിടെ നമ്മുടെ ഒരു ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞങ്ങളെ കുടുംബ പേര് പറയില്ല, പച്ചക്കുന്നൻ എന്നാണ് പറയാ. ഈ പച്ചക്കുന്നൻ തറവാട്ടിലെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള അമൂല്യ ചേരുവകൾ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ഓയിലാണത്. പച്ചമരുന്ന് കൊണ്ട് മാത്രം നല്ല റിസൾട്ട് ആണ് അത്. അപ്പൊ അത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇങ്ങനെ പൊട്ടിപ്പോകുന്നത്, അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകുന്നത്, അകാല നിര, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കരുത് നിങ്ങളെ താടിയും മുടിയൊക്കെ നരച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. അകാല നിരയാണ്. അതായത് എനിക്ക് വയസ്സ് കൂടുതലായി, എനിക്ക് 10-60 വയസ്സായി. അപ്പൊ ഈ പ്രായത്തിലുള്ള ഇതിന് തേച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താവില്ല, വെളുത്തത് കറക്കൂല. അപ്പൊ സാധാരണഗതിയിൽ കാണുന്ന ചെറുപ്പക്കാർക്കൊക്കെ കാണുന്ന ഈ മുടി നരച്ചു വരുന്നത്, അതുപോലെ തന്നെ മുടി കൊഴിച്ചില്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ഓയില് നല്ല റിസൾട്ടാണ്. നല്ല റിസൾട്ട്. വർഷങ്ങളോളായിട്ട് ആളുകൾ ഇത് തന്നെ ചോദിച്ചു വരുന്നുണ്ട്. കളരിപ്പാറ്റിന്റെ ആശാനും കൂടിയാന്നല്ല. അതെ അതെ അതെ. ഈ 17 വയസ്സുള്ള എനക്കല്ല പറ്റും കളരി പഠിക്കാന്? നിങ്ങൾക്ക് 17 വയസ്സോ? അതെ, നിങ്ങൾ ഉണ്ടല്ലോ ഒരു കാര്യം മനസ്സിലാക്കണം.
ഡോക്ടറെ അടുത്തും വക്കീലിന്റെ അടുത്തും കള്ളത്തരം പറയാൻ പാടില്ല എന്നുള്ളത്. അതിന്റെ പേര് ഒരു 10 കൂടി കുട്ടിക്ക് അതാ കണ്ടാലേ. ഇനി കൂടുവോ? ഇല്ല, എനിക്കറിയാം കുറച്ചല്ല. വലത് നേരെ ഇടത് നേരെ. അതെ അതെ, വലത് നേരെ ഇടത് നേരെ, വലതെടുത്ത് വലത്തോട്ട് വെച്ച് വലിഞ്ഞമർന്ന് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് കുറച്ചിട്ടേ. ശരാണ്. A to Z കാര്യങ്ങൾക്ക് ഞങ്ങൾ വന്നോളി. മലപ്പുറം ഡോക്ടർ കറക്റ്റ് സ്ഥലം മലപ്പുറം തിരൂര് പോലിശ്ശേരി. ഈ ഒരു സ്ഥലത്തേക്ക് വരേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോ ട്രെയിൻ മാർഗം വരാന്നുണ്ടെങ്കിൽ തിരൂരിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് തിരൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുന്ന ബസ്സിന് കയറുക. കുറ്റിപ്പുറത്തേക്ക് പോകുന്ന ബസ്സിന് കയറിയിട്ട് അതിന്റെ ഇടയിലാണ് മുസ്ലിയാരങ്ങാടി എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിക്കുക. പച്ചക്കുന്നന്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിച്ചു തരും. അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്ത് വേദനകൾ അല്ലെ, മനസ്സിന്റെ വേദന ആയിക്കോട്ടെ, ശരീരത്തിന്റെ വേദന ആയിക്കോട്ടെ, മൂഡിന്റെ പ്രശ്നം ആയിക്കോട്ടെ, എന്ത് പ്രശ്നമായാലും ഡോക്ടറിന്റെ അടുത്ത് പരിഹാരമുണ്ട്. ഇത് വെറും വായി വർത്താനായിട്ട് എത്തുന്ന കുറെ ആൾക്കാർക്കാണ് ഇപ്പം ഇവരെ ചികിത്സ എന്താ പറയാ കൈകളിലേക്ക് പോയിട്ടുള്ളത് അല്ലെ. അപ്പൊ പരമാവധി വായ് വർത്താനത്തിലൂടെ അല്ലാണ്ട് നിങ്ങൾ ഈ വീഡിയോ ഏതെങ്കിലും ആൾക്കാർക്ക് ഒരു എന്താ പറയാ നിത്യജീവിതത്തിന്റെ വേദന കൊണ്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ, അവർക്കൊരു ഉപകാരം എന്നോണം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഒരാളെ ഷെയർ കൊണ്ട് 1000കണക്കിന് ആൾക്കാരുടെ അസുഖങ്ങളായിരിക്കും ചിലപ്പോൾ മാറാൻ പോകുന്നത്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റ ബൈ ബൈ.